സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം പെപ്പർ മസാല ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ഇത് 200 ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഇനി മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതോ വലുതോ ആയി മുറിച്ചെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. മഷ്റൂം വാങ്ങുമ്പോൾ നല്ല മഷ്റൂം നോക്കി വാങ്ങുക. പിന്നെ മഷ്റൂമിനെ പറ്റി അറിയാത്തവർ പറമ്പിൽ പോയി പറിച്ചെടുക്കരുത്. വിഷക്കൂണിനെ പേടിച്ചാണ് അങ്ങനെ പറയുന്നത്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവോള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ സവോളയാണ് എടുത്തത്. മഷ്റൂം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളുമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. മഷ്റൂമിന് ഒരു നല്ല സ്വാദ് കൂടിയുണ്ട്. സവോളയൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയ ശേഷം 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് അധികം വേവില്ലാത്തത് കൊണ്ട് വേഗം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. പാചകം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വീണ്ടും വീണ്ടും ഉണ്ടാക്കും, തീർച്ചയാണ്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂണിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പല രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് വിഷക്കൂണാവരുത്. വിഷക്കൂണാണെങ്കിൽ ചിലപ്പോൾ മുറിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പാല് പോലെ വരും. ചിലപ്പോൾ കറ പോലെയോ മുറിച്ചു വെച്ചാൽ നിറവ്യത്യാസമോ ഉണ്ടാകും. അങ്ങനെയുള്ളവ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. പിന്നെ ചിലത് ചീഞ്ഞ പോലെയെല്ലാം ഉണ്ടാവും, അതൊന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ ഡോക്ടർമാർ പറയുന്നത് കേട്ട് കിട്ടിയ അറിവാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുമാണ്. പിന്നെ ഇത് വളരെയധികം ഗുണമുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ്. ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. എൻ്റെ വീട്ടിലുള്ളവർക്ക് കൂൺ വലിയ ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഞാൻ അധികവും ഇത് പല വിധത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് നോൺ വെജിനേക്കാൾ ഇഷ്ടം മഷ്റൂമാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക്
1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ള കുരുമുളക് പൊടിയാണ് ഇട്ടത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ മഷ്റൂം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കാമല്ലോ. ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. മഷ്റൂം പെപ്പർ ആയതുകൊണ്ട് പെപ്പറിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിൽ പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഇത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലിടും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. ഈ മഷ്റൂം പെപ്പർ മസാല ഒന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.